ഹാഫ് ആൻ അവർ എന്ന് പറയുന്നത് ഡൗൺലോഡിങ് ടൈമാണ്. കർത്താവ് നിങ്ങളെ കുത്തി നിറച്ച് അനുഗ്രഹിക്കാൻ പോകും. ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും പ്രത്യേകമായിട്ട് ഇന്ന് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ ദിവസം ദൈവം നമ്മളെല്ലാവരെയും കൂട്ടി വരുത്തിയിരിക്കുന്നത് ദൈവത്തിൻ്റെ ഒരു കോഴി തൻ്റെ ചിറകിൻ്റെ കീഴിൽ തൻ്റെ കുഞ്ഞുങ്ങളെ സൂക്ഷിക്കുന്നത് പോലെ അവൻ്റെ ചിറകിൻ്റെ കീഴിൽ നമ്മളെ പരിപാലിച്ചു കൊണ്ടാണ്, അല്ലെങ്കിൽ അവൻ്റെ ചിറകിൻ്റെ കീഴിൽ നമ്മളെല്ലാം ഒളിപ്പിച്ച് നിർത്തിക്കൊണ്ടാണ് ഇന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മളെല്ലാവരെയും കൂട്ടി വരുത്തിയിരിക്കുന്നത്. ഇന്നത്തെ ഈ ഒരു മീറ്റിങ്ങും ഈ ഒരു സ്പെഷ്യൽ എപ്പിസോഡും നിങ്ങൾക്കൊരു വലിയ അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ ആദ്യമേ തന്നെ ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ തന്നെ ഇന്നത്തെ നമ്മുടെ സ്പോൺസർ, ഒരു കീ സ്പോൺസറാണ് കൊച്ചിയിൽ നിന്ന് സിബിൽ ജേക്കബാണ്. താങ്ക് യു. ജർമ്മൻ ഫാമിലി വിസ ലഭിച്ചതിന് നന്ദി സൂചകമായിട്ടാണ് ഇത് സമർപ്പിച്ചിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻസ്. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ജർമ്മനിയിലേക്കുള്ള അവരുടെ യാത്രയിൽ ദൈവിക സംരക്ഷണം ഉണ്ടാകാൻ, നല്ലൊരു ജോലി ലഭിക്കുവാൻ, മാതാപിതാക്കൾക്കും നല്ല ആരോഗ്യമുണ്ടാകുവാൻ സ്വർഗത്തിലെ കർത്താവെ അങ്ങയുടെ കൃപ അങ്ങ് പകരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അടുത്തൊരു കോ സ്പോൺസർ കൂടിയുണ്ട്. മുളവുകാടുന്ന് ഷാലറ്റ് ഡിസിൽവയാണ് സ്ഥലം. വിൽപ്പന നടന്നതിൻ്റെ നന്ദി സൂചകമായിട്ടാണ്. കൺഗ്രാറ്റുലേഷൻസ് കർത്താവെ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ കടഭാരങ്ങൾ മുഴുവൻ മാറിപ്പോകുവാൻ, ഭവനം ലഭിക്കുവാൻ, ബിസിനസ്സിൽ ഉയർച്ചയുണ്ടാകുവാൻ, ഭർത്താവും മരുമകനും എല്ലാം രക്ഷിക്കപ്പെടുവാൻ, അപ്പോൾ തന്നെ സ്വർഗത്തിലെ കർത്താവെ അങ്ങയുടെ വഴികളും വാതിലുകളും അങ്ങ് തുറക്കണമേ എന്ന് ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ. അങ്ങ് പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് ഇത് സ്പോൺസർ ചെയ്ത എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ വചന സന്ദേശത്തിലേക്ക് കടക്കുന്നതിന് മുന്നമേ തന്നെ ചില മീറ്റിങ്ങുകളെക്കുറിച്ച് പറയാനായിട്ട് ഞാൻ താല്പര്യപ്പെടുകയാണ്. ഈ ഫെബ്രുവരി മാസം 8-ാം തീയതി നമ്മുടെ ബ്ലെസ്സിംഗ് ടുഡേയുടെ ആനിവേഴ്സറി, 32ാമത്തെ ആനിവേഴ്സറി കൊണ്ടാടാൻ പോവുകയാണ്. എല്ലാ ബ്ലെസ്സിംഗ് ടുഡേ സഭകളും പ്രത്യേകമായിട്ടുള്ള ആരാധനയും അതുപോലെ തന്നെ പ്രത്യേകമായിട്ടുള്ള പ്രോഗ്രാമുകളും ഒക്കെയുണ്ട്. നിങ്ങളെല്ലാവരെയും അതിനുവേണ്ടി പ്രത്യേകിച്ച് കൊച്ചിയിലേക്ക് തന്നെ ഞാൻ ക്ഷണിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഫെബ്രുവരി 14-ാം തീയതി ഞങ്ങളെല്ലാവരും ആറ്റിങ്ങൽ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലുമായിട്ടുള്ള ബന്ധത്തിൽ ഞങ്ങൾ ആറ്റിങ്ങലിലേക്ക് വരികയാണ്. ആലംകോട് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് നടക്കുന്ന ആ സ്പെഷ്യൽ മീറ്റിങ്ങിൽ ദൈവത്തിൻ്റെ വലിയ പ്രവർത്തികൾ നടക്കാൻ പോകുകയാണ്. അതായത് ഈ വരുന്ന ശനിയാഴ്ചയാണ് അത് നടക്കാൻ പോകുന്നത്. എല്ലാവരെയും പ്രത്യേകിച്ച് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ അടുത്ത ഞായറാഴ്ച, അതിന് പിന്നത്തെ ഞായറാഴ്ച എക്സാം ബ്ലെസ്സിങ് പ്രെയർ കൂടെ ഉണ്ട് എന്ന് സ്നേഹപുരസ്സരം ഓർപ്പിക്കട്ടെ. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വേഗത്തിൽ ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് കടക്കാം. വെൽക്കം ടു എ ന്യൂ മോർണിംഗ് ഗ്ലോറി വീക്ക്. ഇന്ന് ഫെബ്രുവരി 2 തിങ്കൾ. വാവ്! കർത്താവ് ഒരു മാസം നമ്മളെ നടത്തി. പുതിയൊരു മോർണിംഗ് ഗ്ലോറി മാസത്തേക്ക് കൂടെയാണ് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത്. നിങ്ങളുടെ ഡിവോഷണൽ ഡയറി എടുത്താൽ ഫെബ്രുവരി 2 ഫോക്കസ് വേർഡ് ഓപ്പൺ ഡോർസ്. വാവ്! തുറക്കപ്പെട്ട വാതിലുകൾ, തുറന്ന വാതിലുകൾ. എല്ലാവരും ഒന്ന് സ്വീകരിച്ചേ. എല്ലാവരും ഇപ്പോൾ തന്നെ ആക്റ്റീവ് ആകുക. നോട്ട്ബുക്കിൽ എഴുതുന്നവർ നോട്ട്ബുക്കിൽ എഴുതുക. തുറന്ന വാതിലുകൾ അല്ലെങ്കിൽ തുറക്കപ്പെട്ട വാതിലുകൾ. പിന്നെ മിടുക്കികളും പെട്ടെന്ന് ആക്റ്റീവ് ആകുക. നിങ്ങൾ മൊബൈൽ ഫോണിൽ ഇത് കാണുകയാണെങ്കിൽ, യൂട്യൂബിലാണെങ്കിൽ, ഫേസ്ബുക്കിലാണെങ്കിൽ എൻ്റെ ചാറ്റ് ബോക്സ്, കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്യുക ഓപ്പൺ ഡോർസ്. എല്ലാവരും ടൈപ്പ് ചെയ്യുക. എത്ര പ്രാവശ്യം ടൈപ്പ് ചെയ്ത് നാളുകൾ നമുക്ക് ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൽ കയറണം. അതുപോലെ ടൈപ്പ് ചെയ്യുക. ഹല്ലേലൂയ, ഐ ആം റിയലി എക്സൈറ്റഡ്. Revelation chapter 3 and verse number 7. What he opens no one can shut, and what he shuts no one can open. ദൈവം ഒരു വാതിൽ തുറക്കുവാണെങ്കിൽ ആർക്കും അത് അടക്കാൻ സാധ്യമല്ല. വിശ്വസിക്കുക. And what he shuts no one can open. അവൻ അടച്ചാൽ ഒരാൾക്കും പിന്നെ തുറക്കാനും പറ്റില്ല. സമ്മതിച്ചെങ്കിൽ ആമേൻ പറയുക, ആമേൻ ടൈപ്പ് ചെയ്യുക. ഫോൾഡിങ് ഹാൻഡ്സ് ഇമോജി ഒത്തിരി പേരിടുക. ഡെക്ലറേഷൻ, God opens doors before me today that no one can close. Divine access is granted.
അതിൻ്റെ മലയാളത്തിൽ ഇങ്ങനെ പറയാം, ഗോഡ് ഓപ്പൺസ് ഡോർസ് ബിഫോർ മീ ടുഡേ. ഇന്ന് എൻ്റെ മുമ്പിൽ ദൈവം തുറക്കപ്പെട്ട വാതിലുകളെ വെച്ചിരിക്കുന്നു. തുറന്ന വാതിലുകൾ എൻ്റെ മുമ്പിൽ ഇന്ന് ദൈവം വെച്ചിരിക്കുന്നു. ഇപ്പോൾ കാണുന്നില്ലായിരിക്കും, പക്ഷേ ആത്മതലത്തിൽ അത് ദൈവം തുറന്നിരിക്കുകയാണ്. ദാറ്റ് നോ വൺ കൻ ക്ലോസ്. ആർക്കും അത് അടയ്ക്കാൻ സാധ്യമല്ല. ഡിവൈൻ ആക്സസ് ഈസ് ഗ്രാൻറ്റഡ്. ദൈവികമായൊരു പ്രവേശനം എനിക്ക് ലഭിച്ചിരിക്കുന്നു. പറഞ്ഞേ, ദൈവികമായൊരു പ്രവേശനം എനിക്ക് ലഭിച്ചിരിക്കുന്നു. ഈ വിശ്വസിക്കുന്നൊരു വാ കൊണ്ട് പറയണം. മനസ്സിൽ ചിന്തിച്ചാൽ പോരാ. ഈ രക്ഷിക്കപ്പെടാൻ വേണ്ടി യേശു രക്ഷകനാണെന്ന് വിശ്വസിച്ചാൽ മാത്രം മതിയോ? നോ, വാ കൊണ്ട് ഏറ്റു പറയണമെന്ന് റോമർ 10:9 പറഞ്ഞിട്ടുണ്ട്. നമ്മളെല്ലാവരും ആ പ്രോസസ്സിലൂടെ രക്ഷിക്കപ്പെട്ടവരാണ്. വാ കൊണ്ട് പറഞ്ഞെങ്കിൽ, ആർട്ടിക്കുലേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ കാര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുകയുള്ളൂ, കാര്യങ്ങൾ നിലവിൽ വരികയുള്ളൂ. വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം ചിന്തിച്ചു, അല്ല, വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു, ദൈവം സംസാരിച്ചു, അപ്പോൾ അത് ഉളവായി. പലതും സംസാരിച്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരു നല്ല ഭാവിയെ നമ്മുടെ വാക്കുകൾ കൊണ്ട് സംസാരിച്ച് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. രാമൻ പറയാമോ? നമ്മളിന്ന് എന്ത് സംസാരിക്കും, അതാണ് നമ്മുടെ ഫ്യൂച്ചർ. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കണം. നമ്മൾ പറയുന്ന വാക്കുകൾക്കൊരു സ്പെൽ ഉണ്ടെന്നാണ് പറയുന്നത്. സ്പെൽ, അതുകൊണ്ടാണ് ഞാൻ സ്പെല്ലിംഗ് എന്ന് പറയുന്നത്. സ്പെല്ലുണ്ട്. അത് പറഞ്ഞാൽ ചിലത് അതുപോലെ സംഭവിക്കും. ഇനി ബൈബിൾ റീഡിംഗ് പ്ലാൻ അതിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ചിലരുടെയൊക്കെ നോട്ട്സ് അവരെനിക്ക് ഫോട്ടോ എടുത്ത് അയച്ചു തന്നു. അതിൽ ആ ബൈബിൾ റീഡിംഗ് പാസേജുകളൊക്കെ നന്നായി ടിക്ക് ചെയ്ത്, ചിലരൊക്കെ സബ് ഹെഡിങ്സൊക്കെ റെഡിൽ കൊടുത്ത്, ബാക്കിയുള്ള ബ്ലൂവിൽ കൊടുത്ത്, മറ്റ് ഹൈലൈറ്റ് ചെയ്തൊക്കെ. ഈ പണ്ടത്തെ കാലത്ത് പഠിപ്പിസ്റ്റുകൾ എന്ന് പറയില്ല, നമ്മുടെ സ്കൂളിലും കോളേജിലൊക്കെ, അതുപോലെ പലരും എനിക്ക് ഫോട്ടോ എടുത്തൊക്കെ അയച്ചു തരാറുണ്ട്. ഓപ്പൺ ഡോഴ്സ്, എല്ലാവരും പറ, തുറക്കപ്പെട്ട വാതിലുകൾ, തുറന്ന വാതിലുകൾ. നമ്പർ 1, 5 കാര്യം പറയാൻ പോവാം. നമ്പർ 1, ഗോഡ് അലോൺ ഹാസ് അതോറിറ്റി ഓവർ ഡോഴ്സ്. വാതിലുകളുടെ മേൽ അധികാരം ദൈവത്തിനാണ്. എഴുതുക, വാതിലുകൾ തുറക്കാനും അടക്കാനുമുള്ള അധികാരം ദൈവത്തിനാണ്. നോഹയെ ബാക്കി 7 പേരെയും കൂടി, അതുപോലെ ജിറാഫ്, മയിൽ, കുയിൽ എല്ലാറ്റിനെയും നോഹയുടെ പെട്ടകത്തിൽ കയറ്റിയ ശേഷം ദൈവമാണ് വാതിലടച്ചത്. ദൈവമാണ് വാതിലടച്ചത്. ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും വർഷങ്ങളെടുത്ത് ഞാൻ പണിതതല്ലേ, ഞാൻ അടച്ചോട്ടെ? നോ, ഞാനാണ് വാതിലടയ്ക്കുന്നത്. ദൈവത്തിന് വാതിലടയ്ക്കാൻ തുറക്കാൻ കഴിയും. 3:7 റെവലേഷൻ 3:7 നമ്മൾ നേരത്തെ വായിച്ചുവെങ്കിലും അതിൻ്റെ മൊത്തത്തിൽ ഇങ്ങനെയാണ്: ടു ദി ഏഞ്ചൽ ഓഫ് ദ ചർച്ച് ഇൻ ഫിലഡൽഫിയ റൈറ്റ്. ഫിലഡൽഫിയയിലെ സഭയുടെ ദൂതന് എഴുതുക. എനിക്ക് ഈ പ്രവചനം പോലൊരു സാധനം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ചില സഭകളോട്, ചില കൂട്ടായ്മകളോട്, ചില ബ്ലെസ്സിങ് ഗ്രൂപ്പുകളോട്, ചില സോണുകളോട്, ചില ഏരിയകളോട്, ചില റീജിയനുകളിലോട്, ചില വ്യക്തികളോട്, ചില കുടുംബങ്ങളോട്, ചില ബിസിനസ് സ്ഥാപനങ്ങളോട്, ചില സ്കൂളുകളോട്, എന്തൊക്കെയോ രീതിയിലുള്ള ചില ചാരിറ്റി ഓർഗനൈസേഷനുകളോടൊക്കെ ദൈവം പറയുകയാണ്, ദീസ് ആർ ദ വേർഡ്സ് ഓഫ് ഹിം ഹൂ ഈസ് ഹോളി ആൻഡ് ട്രൂ. സത്യനും വിശുദ്ധനുമായ ദൈവം പറയുക, ഹീ ഹൂ ഹോൾഡ്സ് ദ കീ ഓഫ് ഡേവിഡ്. ദാവീദിൻ്റെ താക്കോൽ കൈവശം വെച്ചിരിക്കുന്നവൻ പറയുക, വാട്ട് ഹീ ഓപ്പൺസ് നോ വൺ ക്യാൻ ഷട്ട്. അവൻ തുറക്കുന്നത് ആർക്കും അടയ്ക്കാൻ സാധ്യമല്ല. ബ്രദർ, സിസ്റ്റർ, കുഞ്ഞുങ്ങളെ, അമ്മമാരെ, അമ്മച്ചിമാരെ, അമ്മാവന്മാരെ, അമ്മാവിമാരെ, അമ്മായി അമ്മമാരെ, അമ്മായിയച്ഛന്മാരെ, കേൾക്കുക. ദൈവം നിങ്ങളുടെ മുമ്പിൽ ഒരു വാതിൽ തുറന്നാൽ ആർക്കും അതടക്കാൻ സാധ്യമല്ല. കതിനാവിടി പോലെ ഇരിക്കുന്ന സ്ഥലത്ത് മോർണിംഗ് ഗ്ലോറി കണ്ടുകൊണ്ടിരിക്കുന്നവർ ഒരു ഹാലലിയ പറ. പിശാചൊക്കെ പേടിച്ച് വാല് ചുരുട്ടി ഓടട്ടെ. നെഗറ്റീവ് ചിന്തകൾ പോട്ടെ, ഡിപ്രഷൻ പോട്ടെ, ഒപ്രഷൻ പോട്ടെ, സപ്രഷൻ പോട്ടെ, എല്ലാം പോയി ക്ലീൻ ആകട്ടെ. ഒരു ബോംബായി നിങ്ങൾ മാറട്ടെ. ആൻഡ് വാട്ട് ഹീ ഷട്ട്സ് നോ വൺ ക്യാൻ ഓപ്പൺ. അവൻ അടച്ചാൽ പിന്നെ ആർക്കും തുറക്കാനും സാധ്യമല്ല. ഞാൻ ചിലപ്പോൾ ഇങ്ങനെ പറയാറുണ്ട്, ദൈവം നന്മയുടെ വാതിലുകൾ തുറക്കും. ഈ കഴിഞ്ഞ 1-2 വർഷത്തിന് മുമ്പ് ഓപ്പൺ ഡോഴ്സിനെ കുറിച്ച് ഞാൻ സവിസ്തരം പഠിപ്പിച്ചതൊക്കെ ഓർമ്മയുണ്ട്. അതിലോട്ട് പോകുന്നില്ല, ടെംപ്റ്റേഷൻ വരുന്നുണ്ടെങ്കിലും പോകുന്നില്ല. അപ്പോൾ ദൈവം ഒരു സഭയ്ക്ക്, ഫിലഡൽഫിയയിലെ സഭയോടാണിത് പറയുന്നതെങ്കിലും ഇന്ന് സകലരോടുമുള്ളൊരു ദൂത് അതിൻ്റെ അകത്ത് കിടപ്പുണ്ട്. ഫെബ്രുവരി 2 ദൈവം നിങ്ങളോട്, എന്നോട്, നമ്മോട് സംസാരിക്കുക. ദൈവം ചില വാതിലുകൾ തുറക്കുന്നു, ആർക്കും അതടക്കാൻ സാധ്യമല്ല. ദൈവം ചില വാതിൽ അടയ്ക്കുന്നു, ആർക്കും അത് തുറക്കാൻ സാധ്യമല്ല. പറഞ്ഞതിൻ്റെ അർത്ഥം, നന്മയുടെ വാതിലുകൾ കർത്താവ് തുറക്കുകയാണ്, സന്തോഷത്തിൻ്റെ വാതിലുകൾ കർത്താവ് തുറക്കുകയാണ്,
അഭിഷേകത്തിൻ്റെ വാതിലുകൾ കർത്താവ് തുറക്കുകയാണ്. വചനത്തിൻ്റെ വാതിലുകൾ കർത്താവ് തുറക്കുകയാണ്. ശുശ്രൂഷയുടെ വാതിലുകൾ കർത്താവ് തുറക്കുകയാണ്. ചില ദേശങ്ങളുടെ വാതിലുകൾ കർത്താവ് തുറക്കുകയാണ്. അതാർക്കും അടക്കാൻ സാധ്യമല്ല. തിന്മയുടെ വാതിലുകൾ കർത്താവ് അടയ്ക്കുകയാണ്. കള്ളന്മാർ കടന്നു വരുന്ന വാതിലുകൾ കർത്താവ് അടയ്ക്കുകയാണ്. എല്ലാ അശുദ്ധിയുടെയും വാതിലുകൾ കർത്താവ് അടയ്ക്കുകയാണ്. പക്ഷെ ആർക്കും തുറക്കാൻ സാധ്യമല്ല. ഓപ്പൺ ഡോർസ് ആർ ഗവേൺഡ് ബൈ ഡിവൈൻ അതോറിറ്റി. ഒരു ദൈവിക അധികാരമാണ് തുറന്ന വാതിലുകളെ റെഗുലേറ്റ് ചെയ്യുന്നത്, ഭരിക്കുന്നത്. നോട്ട് ഹ്യൂമൻ പെർമിഷൻ. മനുഷ്യൻ്റെ അനുവാദമല്ല, മനുഷ്യനല്ല, ദൈവിക അധികാരമാണ് വാതിലുകളെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. When God opens a door, opposition cannot cancel it. എതിർപ്പുകൾ വന്നാലും ദൈവം തുറന്ന വാതിൽ ആർക്കും അടയ്ക്കുവാൻ സാധ്യമല്ല. നമ്മുടെ ബ്ലെസ്സിങ് ടുഡേ ശുശ്രൂഷകൾക്ക് വേണ്ടി, നമ്മുടെ കൂട്ടായ്മയ്ക്ക് വേണ്ടി, നമ്മുടെ മൂവ്മെൻറ്റിന് വേണ്ടി കർത്താവ് 2011 ജനുവരി 17 തുറന്ന വാതിലാണ് ബ്ലെസ്സിങ് ടുഡേ എന്ന് പറയുന്ന മീഡിയ പ്ലാറ്റ്ഫോം. ആർക്കും അത് അടക്കാൻ സാധ്യമല്ല. നോ ബഡി ക്യാൻ ഷട്ട് ഇറ്റ്. ചിലരൊക്കെ അടക്കാൻ ശ്രമിച്ചാൽ അതിനേക്കാൾ വലിയ വാതിലുകൾ തുറന്നു വരും. ഓക്കെ, വെൻ ഗോഡ് ഷട്ട്സ് എ ഡോർ, പെർസിസ്റ്റൻസ് കനോട്ട് ഫോഴ്സ് ഇറ്റ്. ദൈവം അഥവാ ഒരു വാതിൽ അടച്ചാൽ എത്ര പേര് വന്ന് തള്ളിയാലും ഉന്തിയാലും പീരങ്കി കൊണ്ട് കുത്തിയാൽ അത് തുറക്കില്ല. ഇപ്പോൾ എല്ലാം തുറക്കുന്നൊരു മാസ്റ്റർ കീ ഉണ്ടെന്നിരിക്കട്ടെ. ആ മാസ്റ്റർ കീയെ വേറെ ഏതെങ്കിലും ഒരു സ്മോളർ കീ കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യാൻ സാധ്യമല്ല. മാസ്റ്റർ കീ ഈസ് മാസ്റ്റർ കീ. ആ മാസ്റ്റർ കീ ദൈവത്തിൻ്റെ കയ്യിലുള്ളത്. നമ്മൾ പ്രാർത്ഥിക്കുന്ന, വിളിച്ചപേക്ഷിക്കുന്ന, നമ്മുടെ ഗദ്ഗതങ്ങളും കണ്ണുനീരും ഒക്കെ കാണുന്ന കർത്താവിൻ്റെ കയ്യിലാണ് ഈ മാസ്റ്റർ കീ ഇരിക്കുന്നത്. ഗോഡ്സ് അതോറിറ്റി സൂപ്പർസീഡ്സ് ഓൾ അതർ അതോറിറ്റീസ്. ദൈവത്തിൻ്റെ അധികാരം, ദൈവിക അധികാരം മറ്റെല്ലാ അധികാരങ്ങളുടെയും മുകളിൽ മേൽക്കോയ്മയുള്ള, ഭരണം നടത്തുന്ന, സർവാധിപത്യമുള്ള, പരമാധികാരമുള്ളൊരു അതോറിറ്റിയാണ്. നമ്പർ 2 എഴുതുക. God opens doors for his purposes, not for our pride. ദൈവം ഒരു വാതിൽ തുറക്കുന്നത് നമുക്ക് അഹങ്കരിക്കാനൊന്നുമല്ല. ദൈവികമായ ചില ഉദ്ദേശങ്ങൾ അതിൻ്റെ പുറകിലുണ്ട്. ദൈവം നമുക്ക് വേണ്ടി ഒരു വാതിൽ തുറന്നാൽ ദൈവത്തിന് ദൈവികമായ തൻ്റേതായ ചില ഉദ്ദേശങ്ങൾ അതിൻ്റെ പുറകിലുണ്ട്. 1 കൊരിന്ത്യർ 16:9 നോക്കിയാൽ, 1 Corinthians 16:9, because a great door of effective work has opened to me and there are many who oppose me. വലുതും സഫലവുമായൊരു വാതിൽ എനിക്ക് വേണ്ടി തുറന്നിരിക്കുന്നു, എതിരാളികളും പലർ ഉണ്ട്. ഇത് രണ്ടും ഒപ്പമാണ് വരുന്നത് അല്ലേ? പ്രവർത്തനത്തിനായി, ആധുനികമായൊരു ട്രാൻസ്ലേഷനാണ്, പ്രവർത്തനത്തിനായി എനിക്ക് വലുതും ഫലപ്രദവുമായൊരു വാതിൽ തുറന്നിരിക്കും, എങ്കിൽ എതിരാളികൾ പലരുണ്ട്. ആധുനിക പരിഭാഷയാണ്. ഗോഡ്സ് ഓപ്പൺ ഡോർസ് ഓഫ്റ്റൻ കം വിത്ത് റെസിസ്റ്റൻസ്. ദൈവികമായ വാതിലുകൾ തുറക്കുമ്പോൾ അതോടൊപ്പം എതിർപ്പുകളും ഉണ്ടാകും. ഈ ജ്ഞാനം സ്വീകരിക്കുക. ഞാനൊന്ന് നിർത്തുകയാണ് ചിന്തിക്കാൻ വേണ്ടി. ദൈവം ഒരു വലിയ വാതിൽ, വിശാലവും സഫലവുമായ, ഇഫക്റ്റീവായ, ഫ്രൂട്ട്ഫുള്ളായ ഒരു വാതിൽ അങ്ങ് തുറന്നു. ശുശ്രൂഷയ്ക്ക് വേണ്ടിയാകാം, എന്തിനു വേണ്ടി തുറന്നാലും ഒപ്പം ചില എതിരാളികൾ കൂടെ ഉയർന്നു വരും. അതങ്ങനെയാണ്. നെഹമ്യാവിന് വേണ്ടി ഒരു വലിയ വാതിൽ തുറന്നു. 120 വർഷമായി ആരും പണിയാതെ കിടക്കുന്ന നഗരവാതിൽ പണിയുവാൻ വേണ്ടി വിശാലമായൊരു വഴി കർത്താവ് തുറക്കുകയല്ല. ഇപ്പുറത്ത് സൻബല്ലത്ത്, തോബിയാവ്, കൂടെയുള്ള സംഘങ്ങൾ സകലരും അങ്ങ് എതിരെഴുന്നിട്ട് പണിയാൻ പറ്റില്ല, നിങ്ങൾ പണിതാൽ പണിയാൻ തുടങ്ങിയാൽ ഞങ്ങൾ സ്റ്റേ മേടിക്കും. നിങ്ങൾ ഇതുപോലൊക്കെ ഫേസ് ചെയ്യാറുണ്ടോ? ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് പല പ്രാവശ്യം സ്റ്റേ വന്നിട്ടുള്ള ഒരാളാണ്. പക്ഷേ ഞാൻ പണിത് തീർത്തു. പല കാര്യങ്ങൾക്ക് സ്റ്റേ വന്നിട്ടുണ്ട് എൻ്റെ മുമ്പിൽ. എതിരാളികളിങ്ങനെ വരിക, ആ സർക്കിളിൽ നിന്ന് ഈ സർക്കിളിൽ നിന്ന് പല സ്ഥലങ്ങളിൽ ഇതുവരെ തലപൊക്കാത്ത. ഞങ്ങളുടെ നാട്ടിൽ ഈ ഒരു ചൊല്ല് പറയാറുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാവുമെന്നറിയില്ല. കുട്ടപ്പാമ്പിന് പത്തി വെച്ചാൽ എങ്ങനെയിരിക്കും, കേട്ടിട്ടുണ്ട്? കുട്ടപ്പാമ്പെന്ന് പറഞ്ഞാൽ സാധാരണ പേടിപ്പിക്കുമെങ്കിൽ അതിന് പത്തിയൊന്നുമില്ല, നിരുപദ്രവകാരിയാണ്, വിഷമില്ല, അതിനെ തല്ലിക്കൊല്ലാവുന്നതുള്ളൂ. പല സ്ഥലങ്ങളിലും പല പേരുകളായിരിക്കും പറയുന്നത്. ഞാൻ ഉദ്ദേശിക്കുന്ന സാധനമാണോ നിങ്ങളുടെ മനസ്സിൽ വരുന്നത് എനിക്കറിഞ്ഞൂടാ. വിഷമില്ലാത്ത, നിരുപദ്രവകാരിയായി സാധാരണ ഇഴഞ്ഞു കിടക്കുന്ന ഒരു പാമ്പാണ് കുട്ടപ്പാമ്പെന്ന് പറയുന്നത് ഞങ്ങളുടെ നാട്ടിൽ. മൂർഖൻ പോലെയുള്ളതിനൊക്കെ പത്തിയുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ളതിന് പോലും എന്ന് വെച്ചാൽ നിരുപദ്രവം, ഒരു കുഴപ്പമില്ലാതെ സ്നേഹിച്ച് നടക്കുന്ന ആളുകൾ പോലും ഒരു പണി വരുമ്പോൾ, ഒരു വാതിൽ തുറക്കുമ്പോൾ പത്തി വെച്ച് ഒരു
ഇത്രയും നാൾ ഇയാൾ എവിടെയായിരുന്നു? ഇങ്ങനെ പലരും പൊങ്ങി വരാം. ഓപ്പർച്യൂണിറ്റി ആൻഡ് ഓപ്പോസിഷൻ ഫ്രീക്വൻ്റ്ലി അറൈവ് ടുഗെദർ. അവസരങ്ങളും എതിർപ്പുകളും ഒന്നിച്ചാ പൊങ്ങി വരുന്നത്. നിങ്ങളുടെ മുമ്പിൽ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി വരുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ ഒരു ശുശ്രൂഷയുടെ ഓപ്പർച്യൂണിറ്റി വരുന്നു. നിങ്ങളുടെ മുമ്പിൽ ആഗ്രഹിച്ച പലതിൻ്റെയും ഒരു ഡോർ തുറക്കുമ്പോൾ അതോടൊപ്പം എതിർപ്പ് കൂടി പൊങ്ങി വരും. ബിക്കോസ് ദ ഡോർ ഈസ് എബൌട്ട് അസൈൻമെൻറ്റ്. കാരണം ഈ വാതിൽ തുറക്കുക എന്ന് പറഞ്ഞാൽ അതിലൊരു അസൈൻമെൻ്റ് ഉണ്ട്. അസൈൻമെൻറ്റ് എന്താ മലയാളത്തിൽ പറയാം? ഒരു ഹോംവർക്ക് പോലെ, ഒരു ടാസ്ക് ഉണ്ട്, ഒരു ജോലി അതിനകത്തുണ്ട്. അതുപോലെ ഇപ്പോൾ വലിയ വലിയ ഡോറുകൾ, ഇപ്പോൾ ഞാൻ പറയാം, നിങ്ങൾക്ക് ഇവിടെ നിന്ന് US പോകണം. US പോകാൻ വേണ്ടി നിങ്ങൾ തിരുവനന്തപുരം എയർപോർട്ടിൽ, അല്ലെങ്കിൽ കൊച്ചി എയർപോർട്ടിൽ, കോഴിക്കോട്, കണ്ണൂർ എയർപോർട്ടിൽ ചെന്നിരിക്കുക. പക്ഷേ ചെല്ലുമ്പോഴേക്കും ഇത് സെക്യൂരിറ്റി പിടിച്ചു നിർത്തും. ടൈറ്റ് സെക്യൂരിറ്റിയാണ്. ആ സെക്യൂരിറ്റിയിൽ അല്ല, ടിക്കറ്റുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷേ ചെക്ക് ചെയ്യട്ടെ, കൊണ്ടുപോവാ. ഇതെല്ലാം ചെക്ക് ചെയ്ത് പിന്നെ അടുത്ത സെക്യൂരിറ്റി ചെക്ക്, ഇതെല്ലാം കഴിഞ്ഞിട്ടേ പുറത്തോട്ട് അകത്തോട്ട് കയറ്റി വിടും. പിന്നെ വിസ പരിശോധിക്കുന്നു, എല്ലാം പരിശോധിക്കുന്നു, ഡോക്യുമെൻറ്റ്സ് മൊത്തം പരിശോധിക്കുന്നു, ബാഗ് മൊത്തം പരിശോധിക്കുന്നു, സ്ക്രീൻ ചെയ്യുന്നു, സ്കാൻ ചെയ്യുന്നു, ചെക്കപ്പ് ചെയ്യുന്നു. നിങ്ങളെ കൊണ്ടുപോയി നിർത്തി ഹാൻഡ് ഹെൽഡ് ചെക്ക് ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതെല്ലാം വെച്ച് ഡിറ്റക്ടറുകളോട് എല്ലാം കയറ്റി വിടുകയാണ്. ഇതുപോലെയാണ് പലപ്പോഴും സംഭവിക്കുന്നത്. വലിയ വാതിൽ, പക്ഷേ പല പല കടമ്പകൾ കിടക്കണം. ഒരു ഹല്ലേലൂയ പറ, ഒരു ആമേൻ പറ, ഒരു പ്രൈസ് ദി ലോർഡ് പറ. നമ്പർ 3, ഒബീഡിയൻസ് പൊസിഷൻസ് അസ് ഫോർ ഓപ്പൺ ഡോർസ്. തുറന്ന വാതിലിന് വേണ്ടി നമ്മളെ സ്ഥാനീകരിക്കുന്നത്, അഥവാ നല്ല ശരിയായ സ്ഥാനത്ത് നിർത്തുന്നത് അനുസരണമാണ്. അല്ലെങ്കിൽ അനുസരണം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഓപ്പൺ ഡോറിലൂടെ ശരിയായ രീതിയിൽ കടന്നു പോകാൻ സാധ്യമാകൂ. Deuteronomy 28:2, all these blessings will come on you and accompany you if you obey the Lord your God. ഈ പറയാൻ പോകുന്ന സകല അനുഗ്രഹങ്ങൾ, അതിൻ്റെ താഴത്തോട്ട് 14-ാമത്തെ വചനം വരെ വലിയൊരു ലിസ്റ്റാണ്. അത് വായിച്ചാൽ തന്നെ എന്ത് ഭയങ്കര അനുഗ്രഹമാണ് എന്ന് നമ്മൾ തോന്നി. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, ഈ അനുഗ്രഹങ്ങളെ വിളിക്കുന്നത് ദി ബ്ലെസ്സിങ്സ് ഓഫ് ഒബീഡിയൻസ് ആണ്. അനുസരിക്കുന്നവർക്കുള്ള അനുസരണത്തിൻ്റെ അനുഗ്രഹങ്ങളാണ്. അതൊക്കെ ഒന്ന് എഴുതി വെക്കണേ. ഇങ്ങനെ ഞാൻ പറയുന്നതെല്ലാം കമൻറ്റ് സെക്ഷനിലിടണം, നോട്ട്ബുക്കിൽ എഴുതണം, വാ കൊണ്ട് പറയണം. ഈ ഒരു ഹാഫ് ആൻ അവർ എന്ന് പറയുന്നത് ഡൗൺലോഡിങ് ടൈമാണ്. കർത്താവ് നിങ്ങളെ കുത്തി നിറച്ച് അനുഗ്രഹിക്കാൻ പോവുക. അതിൻ്റെ ഈ ആവർത്തന പുസ്തകം 28:2 ഒരു സാധാരണ പരിഭാഷ പറയാം, നിൻ്റെ ദൈവമായ യഹോവയുടെ ശബ്ദം നീ അനുസരിച്ചാൽ ഈ സകല അനുഗ്രഹങ്ങൾ നിനക്ക് വരികയും നിന്നെ അനുഗമിക്കുകയും ചെയ്യും. ചില സ്ഥലത്ത് പറയുന്നത് ഓവർടേക്ക് ചെയ്യുമെന്ന്, നിന്നെ ഓവർടേക്ക് ചെയ്ത് പോകും. സങ്കീർത്തനം 24:7 ലിഫ്റ്റ് അപ്പ് യുവർ ഹെഡ്സ് യു ഗേറ്റ്സ് ഓർ ഡോർസ്, ബി ലിഫ്റ്റഡ് അപ്പ് യു ഏൻഷ്യന്റ് ഡോർസ് ദാറ്റ് ദ കിങ് ഓഫ് ഗ്ലോറി മേ കം ഇൻ എന്ന് പറയുമ്പോൾ, വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ. വാതിലുകളൊക്കെ ഇങ്ങനെ നോക്കുക, ആരാ വരുന്നേ. എല്ലാ പഴയ വാതിൽ, പുരാതന വാതിലുകളെ ഉയരുവിൻ. അപ്പം ഈ വാതിലുകൾക്ക് ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിവുണ്ടെന്ന് ചുമ്മാ ചിന്തിക്കുക. അപ്പോൾ എല്ലാ വാതിലുകളും ഇങ്ങനെ നോക്കുക, എന്നിലൂടെ കടന്നു പോകാൻ ആരാ വരുന്നേ? മഹത്വത്തിൻ്റെ രാജാവ് അകത്ത് വരും. വാവ്, ഹല്ലേലൂയ. മഹത്വത്തിൻ്റെ രാജാവ്, ദ കിങ് ഓഫ് ഗ്ലോറി, മഹത്വത്തിൻ്റെ രാജാവാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു വാതിലിങ്ങനെ നിൽക്കുക. അപ്പോൾ എല്ലാ ദിവസവും ആരൊക്കെയാ വാതിലിന് കണ്ണും മൂക്കൊക്കെ ഉണ്ടെന്ന് വിചാരിക്കുക, വായൊക്കെ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ നോക്കുമ്പോൾ സെൻസസ് ഉള്ള വാതിലാണെങ്കിൽ ഇങ്ങനെ നോക്കുക, ആരൊക്കെ ഇന്ന് വരുന്നത്? ഓക്കെ സ്വീപ്പർ വരുന്നു, ഓക്കെ കൊള്ളാം. അക്കൗണ്ടൻറ്റ് വരുന്നു, കൊള്ളാം, ഓക്കെ. ദേ മാനേജർ വരുന്നു, ഓക്കെ. ഇതിങ്ങനെ നോക്കി ഒരു ദിവസം, ഹു ഈസ് ദിസ്? മഹത്വത്തിൻ്റെ രാജാവ്, ഇവനെ സ്വീകരിക്കാൻ എനിക്കെന്ത് യോഗ്യത? ഒബീഡിയൻസ് അലയൻസ് വിത്ത് ഹെവൻസ് ടൈമിങ്. അനുസരണമുണ്ടെങ്കിൽ സ്വർഗത്തിൻ്റെ ഒരു ടൈമിങ്ങുമായി അത് നമ്മളെ ഇങ്ങനെ ഇണക്കി വയ്ക്കും. ഒന്നുകൂടി പറയാം, അനുസരിക്കുന്നവരെ സ്വർഗത്തിൻ്റെ സമയവുമായി ഇണക്കി ചേർക്കും. God opens doors to those who walk in alignment with His will. ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ജീവിതത്തെ അലൈൻ ചെയ്ത്
കൂട്ടിയിണക്കി അതിൻ പ്രകാരം ജീവിക്കുന്നവർക്ക് വേണ്ടിയാണ് ദൈവം വാതിലുകൾ തുറക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ തുറന്ന വാതിലുകൾ അനുസരണവും തമ്മിൽ ഭയങ്കര ബന്ധമുണ്ട്. ഈ ഓട്ടോമാറ്റിക് ഡോഴ്സിലൂടെ ആരെങ്കിലും പോയിട്ടുണ്ടോ? അടുത്ത് ചെല്ലുമ്പോൾ തന്നെ തുറയുന്ന പാറാവുകാരനില്ല, തുറക്കുന്ന ആളുകളില്ല, വാച്ച്മാനില്ല, ആരും തുറക്കുന്നില്ല. ചെല്ലുന്ന സമയത്ത് പെട്ടെന്ന് വാതിൽ തുറക്കുന്നു. പണ്ട് ഈ അമേരിക്കയിൽ ഒരാൾ പോവുകയാണ്. അവിടെ പോയി പഴയ കാലത്തൊരു അപ്പച്ചനാണ്. അപ്പച്ചൻ പോയി എയർപോർട്ടിലോട്ട് അങ്ങോട്ട് ചെല്ലുന്ന സമയത്ത് അവിടെ ഓട്ടോമാറ്റിക് ഡോർ അങ്ങ് തുറന്നു. അപ്പോൾ ഈ അപ്പച്ചൻ വിചാരിച്ചു, ഓ മൈ ഗോഡ്, ദിസ് ഇസ് എ മിറക്കിൾ, ദിസ് ഇസ് സൂപ്പർ നാച്ചുറൽ. കാരണം ഈ അപ്പസ്തോല പ്രവൃത്തികളിലൊക്കെ എഴുതിയിരിക്കുന്നത് പോലെ പത്രോസിൻ്റെ മുമ്പിൽ ഒരു വലിയ ഇരുമ്പ് വാതിൽ താനെ തുറന്നു, ഓട്ടോമാറ്റിക് ഗേറ്റ്. അതുപോലെ ദൈവം എനിക്ക് തോന്നുന്നു ദൂതന്മാരെ ആരെങ്കിലും അയച്ച്. പക്ഷെ അക്കാലത്ത് ഇവിടെയെങ്ങും അങ്ങനെ അധികം വന്നിട്ടില്ല ഓട്ടോമാറ്റിക് ഡോർ. അപ്പോൾ അവിടെ ചെന്ന് അവസാനം അപ്പച്ചന് സഭയിൽ ചെന്ന് സാക്ഷ്യം പറയാൻ വേണ്ടി സമയം കിട്ടിയ സമയത്ത് എഴുന്നേറ്റ് നിന്ന് അപ്പച്ചൻ വലിയ വായിൽ പറഞ്ഞു, ദൈവത്തിന് സ്തോത്രം, ഇന്ന് ദൈവം ഒരു വലിയ അത്ഭുതം പ്രവർത്തിച്ചു. ഞാൻ എയർപോർട്ടിലേക്ക് എത്തുകയല്ല, അവിടുത്തെ ആ ഡോറ് താനേ തുറന്നു, ദൈവം ദൂതനെ അയച്ചു തുറന്നു എന്ന് പറഞ്ഞ പോലെ ഓട്ടോമാറ്റിക് ഡോഴ്സ് ഓപ്പൺ. പക്ഷെ ഒരു കാര്യമുണ്ട്, ദേ ഓപ്പൺ ഓൺലി വെൻ സമൺ സ്റ്റാൻഡ്സ് ഇൻ ദ കറക്റ്റ് പ്ലേസ്. അതിൻ്റെ സെൻസറുകളുണ്ട്. ആ സെൻസറുകൾക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസ്റ്റൻസും ഒരു പൊസിഷനും ഉണ്ട്. അവിടെ എത്തുമ്പോൾ മാത്രമേ അത് തുറക്കുള്ളൂ. അലൈൻമെൻറ്റ് ട്രിഗേഴ്സ് ആക്സസ്. ശരിയായ രീതിയിൽ ദൈവഹിതവുമായി ദൈവത്തെ അനുസരിക്കുന്ന ഒരു രീതിയിൽ വരുമ്പോൾ മാത്രമാണ് നമുക്ക് പ്രവേശനമുള്ളൂ. അനുസരിക്കാത്തവർക്ക് പ്രവേശനമില്ല, ദൈവം തുറക്കുന്നില്ല. നമ്പർ 4, ഗോഡ് സംടൈംസ് ഷട്ട്സ് ഡോർ ഫോർ പ്രൊട്ടക്ഷൻ. ചിലപ്പോൾ ദൈവം വാതിലുകൾ അടയ്ക്കും. അതെന്തിനു വേണ്ടിയാണ്? നമ്മുടെ നന്മയ്ക്ക്, നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 16:6-7. Paul and his companions traveled throughout the region of Phrygia and Galatia, having been kept by the Holy Spirit from preaching the word in the province of Asia. When they came to the border of Mysia, they tried to enter Bithynia, but the Spirit of Jesus would not allow them to. മലയാളത്തിൽ ആധുനിക പരിഭാഷയാണ്. അവർ, അതായത് പൗലോസും കൂടെയുള്ള ടീമും, അവർ ഫ്രൂഗിയയും ഗലാത്യദേശവും കടന്ന് സഞ്ചരിച്ചു. ആസിയിൽ വചനം പ്രസംഗിപ്പാൻ പരിശുദ്ധാത്മാവ് അവരെ അനുവദിച്ചില്ല. ഡോർ അടച്ചു. ആരാ അടച്ചത്? പരിശുദ്ധാത്മാവ് അടച്ചത്. എതിർപ്പുള്ളവരല്ല, ആൻറ്റൈ സോഷ്യൽ എലമെൻറ്റ്സ് അല്ല, ആൻറ്റൈ ക്രിസ്ത്യൻ, ആൻറ്റൈ ഗോസ്പൽ എലമെൻറ്റ്സ് അല്ല, അക്രൈസ്തവരല്ല, ക്രിമിനൽസ് അല്ല. പരിശുദ്ധാത്മാവ് അടച്ചു. പരിശുദ്ധാത്മാവ് അവരെ പോരുത്. മിസ്യയുടെ സമീപത്തെത്തിയപ്പോൾ അവർ ബിഥുന്യയിലേക്ക് പോകാൻ ശ്രമിച്ചു. അടുത്തൊരു എന്നാൽ പിന്നെ അവിടെ ഇല്ലെങ്കിൽ ആസിയിൽ പോകാൻ പറ്റില്ല, ബിഥുന്യയിലേക്ക് പോകാം. എങ്കിലും യേശുവിൻ്റെ ആത്മാവ് അവരെ അനുവദിച്ചില്ല. ഇതൊരു ഭയങ്കര സംഭവമാണ്. സാത്താൻ ഡോറടക്കുമെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. സാത്താൻ എതിർപ്പുകൊണ്ട് സുവിശേഷത്തിൻ്റെ വാതിലടച്ചു. ഇതല്ല, ഇത് പരിശുദ്ധാത്മാവ്, യേശുവിൻ്റെ ആത്മാവെന്ന് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്. ഓർക്കേണ്ട ഒരു കാര്യം, ക്ലോസ് ഡോഴ്സ് ആർ നോട്ട് റിജക്ഷൻ. വാതിലുകൾ അടഞ്ഞു എന്നതിൻ്റെ അർത്ഥം എന്നേക്കുമായി പ്രവേശനം നിരസിക്കപ്പെട്ടു എന്നാകണമെന്നില്ല. ദേ ആർ റീഡയറക്ഷൻ. ദൈവം മറ്റൊരു ദിശയിലേക്ക് നിങ്ങളെ കൊണ്ടുപോകും. ഹേയ്, ഞാൻ പറയുന്നത് കേൾക്ക്. എല്ലാ പരിപാടിയും അവസാനിപ്പിക്കുക. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. ചില സമയത്ത് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി അങ്ങ് ക്ലോസായി. ഒരു 3 മീറ്റർ കയർ അവിടെ കിട്ടും, അല്ലെങ്കിൽ 2 വയർ പ്ലഗിൽ കുത്തി ഓണാക്കിയാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. എന്തിനാ ജീവിച്ചിട്ട്? ഇനി എങ്ങനെ ജീവിക്കും? അവനെ ജീവിക്കാതിരിക്കുമെന്നല്ല. ഭാര്യയുണ്ട്, മക്കളുണ്ട്, അല്ലെങ്കിൽ വേറെ ആവശ്യങ്ങളുണ്ട്, ലോൺ എടുത്തിരിക്കുന്നു, എന്തെല്ലാം കാര്യങ്ങളാണ്. ചിലർ വിദേശത്ത് പോകും, ഇവിടെയുള്ളതെല്ലാം കൂടെ പണയം വെച്ചിട്ടാണ് പോകുന്നത്. പിന്നെ 10 പേരോട് വേറെ പൈസ മേടിച്ചിട്ടുമുണ്ട്, നന്നാവുമ്പോൾ തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ ചെന്ന് കഴിയുമ്പോഴാണ് അറിയുന്നത് തട്ടിപ്പായിരുന്നു, അല്ലെങ്കിൽ വിചാരിച്ച ജോലിയല്ല. ഓഫറുകളൊക്കെ കാറ്റിൽ പറന്നു പോയിരിക്കുന്നു. ഇനി ചാകുമോ നല്ലത്? കടലിൽ ചാടണോ? ബുർജ് ഖലീഫയുടെ മുകളിൽ നിന്ന് താഴത്തോട്ട് ചാടണോ? അല്ലെങ്കിൽ വണ്ടിയുടെ അടിയിലോട്ട് ചാടണോ? വണ്ടി ഇടിപ്പിച്ച് ചാകണോ? വിഷം കുടിക്കണോ? ഇങ്ങനെ സ്കീമുകളാണ്. ചില വാതിലുകൾ അടയുന്നത് ഒരു റീഡയറക്ഷനാണ്. ഒരുപക്ഷെ അതായിരിക്കാം
നിങ്ങൾ ഒരിക്കലും ചിന്തിച്ചിട്ടില്ലാത്ത ഒരു ഡയമെൻഷനിലേക്ക് ദൈവം നിങ്ങളെ കൊണ്ടുപോകാനുള്ളൊരു വഴി. ഒത്തിരി പേരുടെ മുമ്പിൽ ഈ വിന്നേഴ്സ് ഫാക്ടറി എന്ന് പറയുന്നൊരു പുസ്തകം അവിടെ തന്നെ ഇരിപ്പുണ്ട്, എഴുതിയിട്ടുണ്ട്. എൻ്റെ മലയാളവും കിട്ടും. ഇതിനകത്ത് അതുപോലുള്ള കഥകൾ കുത്തി നിറച്ചിരിക്കുക. എന്തിനാണെന്നറിയാമോ? പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും ജോലി ചെയ്യുന്നവർക്കും എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ സ്വപ്നം കാണുന്നവർക്ക് ഡബിൾ ഡോസ് കൊടുക്കാൻ വേണ്ടി. ഇതൊരു സ്റ്റിമുലൻ്റാണ്, ഉത്തേജക മരുന്നാണ്. ഇത് വായിച്ച് ഒത്തിരി പേര് റാങ്കും ഭയങ്കര പ്രോഗ്രസ്സൊക്കെ, റാങ്ക് മേടിച്ചവരും പ്രോഗ്രസ് ഉണ്ടാക്കിയിട്ടുള്ളവരും റെക്കോർഡ് നേടിയിട്ടുള്ളവരൊക്കെ ഉണ്ട്. ബിസിനസ്സിലും പഠനത്തിലും ജോലിയിലും ജീവിതത്തിൻ്റെ പല മേഖലകളിലും. പറയാൻ വന്നത് ഇത്രയേ ഉള്ളൂ. ചിലപ്പോൾ വാതിലുകൾ അടയുന്നത്, ക്ലോസ് ഡോർസ് മേ നോട്ട് ബി റിജക്ഷൻ, ഇറ്റ് മേ ബി റീഡയറക്ഷൻ. അത് കർത്താവ് വഴിതിരിച്ചു വിടുകയായിരിക്കാം. God shuts doors to protect us from delay, danger or distraction, etc. etc. ചില സമയത്ത് ദൈവം വാതിലുകൾ അടയ്ക്കുന്നത് നമ്മെ പലതിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യാനാണ്. ജീവിതത്തിൽ ചില തടസ്സങ്ങൾ, ജീവിതത്തിൽ ചില വൈകലുകൾ, അപകടങ്ങൾ, ചില ഡിസ്ട്രാക്ഷൻസ് പോലെ പലതിൽ നമ്മളെ പതിയിരിക്കുന്ന എങ്ങനെയാണ് പറയുന്നത്, അപകടങ്ങൾ നമുക്കറിഞ്ഞുകൂടാ, നമ്മൾ കാണുന്നില്ല. ഹിഡൻ ഡേഞ്ചേഴ്സ് ദൈവത്തിന് കാണാം. ദൈവം മുകളിൽ നിന്നല്ല നോക്കുന്നത്, നമ്മളിവിടെ നിന്നല്ല നോക്കുന്നത്. മുകളിൽ നോക്കുമ്പോൾ ഏരിയൽ വ്യൂവിൽ നമ്മളിവിടെ വരെ എത്തി, എൻ്റെ അപ്പുറത്തുള്ള ഡേഞ്ചർ കാണാം. നമുക്ക് കണ്ടുകൂടാ, ഒരു മറയുണ്ട്. കർത്താവ് ഇവിടെ വാതിലങ്ങ് അടച്ചു. ഉടനെ ഇവിടെ അടി തുടങ്ങി, ഇടി തുടങ്ങി, നെഞ്ചത്തിടി തുടങ്ങി, ഉപവാസം തുടങ്ങി, കരച്ചിൽ തുടങ്ങി, എല്ലാ പ്രെയർ ലൈനുകളിലേക്കും മെസ്സേജ് അയക്കുന്നു, വിളിക്കുന്നു, SMS അയക്കുന്നു, SOS അയക്കുന്നു, പിന്നെന്താണ്, ഇമെയിൽ അയക്കുന്നു. എന്നെ ദൈവം ഉപേക്ഷിച്ചു, എൻ്റെ ജീവിതം തീർന്നു, നിങ്ങളെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ എന്താണെന്ന് വെച്ചാൽ ചെയ്യും. ചില സ്ഥലത്ത് റോഡിലിങ്ങനെ പോകുന്ന സമയത്ത് ടേക്ക് ഡീവിയേഷൻ, ഒരു ഡിറ്റൂർ കാണും. അതായത് NH-ലൂടെ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുക, പെട്ടെന്ന് ഒരു വലിയ ബോർഡ് വെച്ച് ബ്ലോക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ആരോ മാർക്ക്. അതിൻ്റെ അർത്ഥം നിങ്ങൾ പോകേണ്ട സ്ഥലത്ത് നിങ്ങൾക്ക് പോകാൻ പാടില്ലെന്നല്ല, ഈ റൂട്ടിൽ പോകാതെ ഡിറ്റൂർ പോകാൻ, ഇതിലേ പോയി ചിലപ്പോൾ ഒരു 5 കിലോമീറ്റർ കൂടുതൽ പോകേണ്ടിയിരിക്കും, പക്ഷേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തെത്തും. കാരണം ഇതിന് മുമ്പ് ഒരു വണ്ടി ഇടിച്ച് കിടക്കുക, റോഡ് ബ്ലോക്കാണ്. എന്തെങ്കിലും അപകടകരമായ എന്തെങ്കിലും, അവിടെ ഒരു ടാങ്കർ ലോറി, ഡീസൽ ലോറി മറിഞ്ഞു കിടക്കുക, കത്തുപിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇപ്പുറത്തെ റൂട്ടിലൂടെ വിടുകയാണ്. അപ്പോൾ ഗൂഗിൾ മാപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിലും പറയും, വെയ്സ് ആണെങ്കിൽ അതിൽ പറയും, ആപ്പിളിൻ്റെ മാപ്സ് ആണെങ്കിൽ അതിൽ പറയും ടേക്ക് എ ഡീവിയേഷൻ. എൻ്റെ അർത്ഥം നിങ്ങൾ പോകണ്ടെന്നല്ല, മുന്നോട്ട് പോകണ്ടെന്നല്ല. ഒരു കാര്യം കൂടി പറഞ്ഞ് പ്രാർത്ഥിക്കാം. നമ്പർ 5, ഫെയ്ത്ത് ഡിസേൺസ് ആൻഡ് വാക്സ് ത്രൂ ഗോഡ്സ് ഡോർസ്. വിശ്വാസം ഉണ്ടെങ്കിൽ, വിശ്വാസം ദൈവം തുറക്കുന്ന വാതിൽ ഏതാണെന്ന് വിവേചിച്ച് അതിലൂടെ പോകും. കൊലോസി ലേഖനം 4:3. ആൻഡ് പ്രേ ഫോർ us too, that God may open a door of our message, so that we may proclaim the mystery of Christ, for which I am in chains. വചനത്തിനായ ദൈവം ഞങ്ങൾക്കൊരു വാതിൽ തുറക്കേണ്ടതെന്ന് ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പിൻ. അതുവഴി ഞങ്ങൾ ക്രിസ്തുവിൻ്റെ മർമ്മം പ്രസംഗിക്കേണ്ടതാവുന്നു. ഞാൻ ഈ വായിക്കുന്നത് ഒരു ആധുനിക പരിഭാഷയാണ്. നിങ്ങൾ സ്ക്രീനിലുള്ളത് നോക്കിക്കോ, നിങ്ങളുടെ ബൈബിളിലുള്ളത് നോക്കിക്കോ. ഓപ്പൺ ഡോർസ് റിക്വയർ ഫെയ്ത്ത് ആൻഡ് കറേജ് ടു സ്റ്റെപ്പ് ത്രൂ. അനുസരിക്കണം. അപ്പോൾ തന്നെ വിശ്വാസത്തോടു കൂടിയാണ് ചില ഡോറുകളിലൂടെ കടക്കേണ്ടത്. ഡിസേൺമെൻറ്റ് റെക്കഗ്നൈസസ് ഗോഡ്സ് ഹാൻഡ്. വിവേചനം ഉണ്ടെങ്കിൽ, ഇത് ദൈവത്തിൽ നിന്ന്, ഇത് പിശാചിൽ നിന്ന് അറിയാമെങ്കിൽ, ദൈവത്തിൻ്റെ പ്രവൃത്തി നമുക്ക് തിരിച്ചറിഞ്ഞ് ഫെയ്ത്ത് റെസ്പോൺസ് വിത്ത് ആക്ഷൻ. എപ്പോഴും ഓർക്കേണ്ടത്, വിശ്വാസം പ്രവൃത്തിയാൽ പ്രതികരിക്കും. വിശ്വാസമുണ്ടെങ്കിൽ പ്രവർത്തിക്കും, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമത്രേ. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. An open door still requires someone to walk through it. വാതിൽ തുറന്നിരിക്കുന്നു എന്നതിൻ്റെ അർത്ഥം ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതിലൂടെ കടക്കണം. വിശ്വാസത്താൽ സ്റ്റെപ്പുകൾ എടുക്കണം. ഓപ്പർച്യൂണിറ്റി അൺയൂസ്ഡ് ബിക്കംസ് ഓപ്പർച്യൂണിറ്റി ലോസ്റ്റ്. ഉപയോഗിക്കപ്പെടാത്ത അവസരങ്ങൾ നഷ്ടപ്പെട്ട അവസരങ്ങളായിട്ട് അങ്ങ് വിചാരിച്ചാൽ മതി. ഞാൻ വീണ്ടും പ്രവചനാത്മാവിൽ നിങ്ങളുടെ മുഖത്ത് നോക്കി പറയാം. നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ചില വാതിലുകൾ തുറക്കുകയാണ്. ഇന്ന് അടഞ്ഞിരിക്കുന്നു എന്ന് വിചാരിക്കുമ്പോഴും, ഇന്ന് അടഞ്ഞു കിടക്കുന്നു എന്ന് വിചാരിച്ചുകൊണ്ട്
ജീവിതമൊന്നും അവസാനിപ്പിക്കേണ്ട. നിരാശയുടെ പടുകുഴിയിൽ വീഴേണ്ട ആവശ്യമൊന്നുമില്ല. ചിലപ്പോൾ കർത്താവ് ഒത്തിരി ചുറ്റി അപ്പുറത്തൂടെ കൊണ്ടുപോയി ഇതിനേക്കാൾ ഭംഗിയുള്ള രീതിയിൽ നടത്തി എത്തേണ്ടിടത്തെത്തിക്കും. വിശ്വാസം ഉണ്ടെങ്കിൽ ആമേൻ പറ. ലൈവ് ചാറ്റിൽ ആമേൻ ഇടാം, കമൻറ്റ് സെക്ഷനിൽ ആമേൻ ഇടാം. എല്ലാവരും ടൈപ്പ് ചെയ്യുക, ഓപ്പൺ ഡോർസ്. കൈനീട്ടാം. കർത്താവ് ജനങ്ങൾക്കായി പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കും. കണ്ണുകൾക്ക് എന്തോ പ്രയാസമുള്ളവരെ കർത്താവ് ഇന്ന് സൗഖ്യമാക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കൈ അവിടെ വെച്ച് നിങ്ങൾ ആ രോഗസൗഖ്യത്തെ സ്വീകരിക്കുക. അതുപോലെ ഈ കൈയുടെ ഈ എൽബോ ഭാഗത്തെ പ്രയാസമുള്ളവരുടെ കൈവെക്കുക. യേശുവിൻ്റെ നാമത്തിൽ ഒരു പൂർണ്ണ സൗഖ്യം അവിടെ ഉണ്ടാകട്ടെ. ഇൻ ജീസസ് നെയിം. ക്യാൻസർ രോഗികളായിട്ടുള്ളവർ ഇന്ന് വിശ്വസിക്കുക. ക്യാൻസറിനെ ക്യാൻസൽ ചെയ്യാൻ ദൈവത്തിൻ്റെ ശക്തിക്ക് സാധിക്കും. യേശുവിൻ നാമത്തിൽ ക്യാൻസർ രോഗികൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ്. താങ്ക് യു ഫാദർ. കരങ്ങൾ നെറ്റിപ്പിടിച്ച് നിങ്ങൾക്ക് എന്താണോ ആവശ്യം അവിടെ, ഞാനത് എടുത്തു പറഞ്ഞില്ലായിരിക്കാം, കുഴപ്പമൊന്നുമില്ല. ദൈവത്തിനെല്ലാം അറിയാം. നിങ്ങൾക്കും അറിയാം നിങ്ങളുടെ വിഷയം. ഞാൻ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഇവർക്ക് വേണ്ടി അങ്ങ് അത്ഭുതം ചെയ്യണമേ, യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. ഓക്കെ, കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. നോട്ട്സ് എല്ലാവരും എഴുതിയെന്ന് വിശ്വസിക്കുന്നു. കർത്താവ് മറ്റുള്ളവർക്കത് പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾ ഉപയോഗിക്കട്ടെ. അതുപോലെ ഇതിൻ്റെ ലിങ്കുകളൊക്കെ ഒത്തിരി പേർക്ക് അയച്ചു കൊടുക്കണേ. മറ്റുള്ളവരിത് പഠിപ്പിക്കണം. നിങ്ങളിലൂടെ മറ്റുള്ളവർ അനുഗ്രഹിക്കപ്പെടട്ടെ. സീ ടുമോറോ. ബൈ.